ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വലയിട്ടിട്ടുണ്ട്. ഈ പാടത്താണ് വലയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ കുറച്ച് താമസിച്ചാണ് വരുന്നത്, നേരം വെളുത്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വലയിട്ട സാബു വല വലിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോവാം. കണ്ടിട്ട് നമ്മുടെ വല കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതൊരു ചെറിയ പാടമാണ്. ചെറിയ പാടം എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല. സാബുവിന് ആവശ്യം പോലെ മീൻ കിട്ടിയെന്നാണ് പറയുന്നത്. വരാലാണോ അത്? നോക്കാം. ഇതൊക്കെ ആ സാധനത്തിനെ കെട്ടുന്നതിന് ഊരി വിടുകയാണോ? എന്ത് ചെയ്ത് കരക്കിട്ടോ? ശരി, ഞങ്ങള് കിട്ടുന്നതിന് വീട്ടിൽ കൊണ്ടുപോവാ. ഇത് കറി വെക്കുമെന്ന് തോന്നുന്നല്ലേ? ആണല്ലേ? എന്തോ നമ്മളിതായിട്ട് നോക്കിയില്ല. ഞങ്ങളവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കന്നാസിനകത്ത് ഇടുക. അക്കൈറത്തിനകത്ത് ഇടാൻ ആള് വരും, കൊടുക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സാബുവിന്റെ വലയിട്ടിരുന്ന് ആ കാഴ്ചകൾ നമ്മൾ കണ്ട്. ഇനി നമുക്ക് നമ്മുടെ വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ പറമ്പ് പാടത്തിന്റെ നടുക്കുള്ള ഒരു വട്ടപ്പറമ്പാണ്. നമ്മളിത് ഒരു വല നമ്മൾ ഇവിടെ കെട്ടിയിരിക്കുന്നു. ഇവിടുന്ന് കെട്ടിയിട്ട് നേരെ അക്കരയ്ക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. പത്രം വലിയ പാടമല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കും. കാര്യം കുറേ മുഴുവനങ്ങ് അക്കര വരെ ചെല്ലത്തില്ല. നമ്മുടെ വല അക്കര വരെ ചെന്നിട്ടില്ല. എന്നാലും പാടത്തിൻ്റെ ഒരു 3/4 ഭാഗം ചെന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ വലയൊന്ന് വലിക്കാം. നമ്മളത് ഇവിടാണ് കെട്ടിയിരിക്കുന്നത്. നമ്മൾ അത്ര വലിയ കണ്ണിയല്ല, 50 mm വരെയായത്. വല അടച്ചു. എന്തുണ്ട് ആദ്യം നമുക്ക് വാളയാണ് കിട്ടുന്നത്. കണ്ടോ, ചത്തുപോയി. വീണ്ടും തൂളി. വെള്ളം വെട്ടി പോകും. നമ്മളിങ്ങനെ വേണ്ട ഒരു മീൻ കുറുവാപ്പരല്ല കൂട്ടത്തിൽ ചെറിയ മീൻ കയറി ഇളക്കിയിട്ടുണ്ട്. നന്ദന എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല. നമ്മളിവിടെ ചെറിയ അറിഞ്ഞില്ല നന്ദൻ എന്ന് പറയും. ഇങ്ങനെ അടിച്ചിട്ട് വേറെ മീനൊന്നും കാണുന്നില്ല. നോക്കാം. വേണ്ടത് സൂര്യനടിച്ചു വരുന്നേ ഉണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് നല്ലൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഒരു മീൻ ആമ കടിച്ചിട്ടുണ്ട്. ആമ എന്തോ കടിച്ചിട്ടുണ്ട്. ആമയായിരിക്കും. ഇതും തൂളിയാ. കുറുവാപ്പരല്ല. തൂളിയൊന്നും ചത്തിട്ടില്ല. തൂളിയ. വള്ളത്തിനടിയിലേക്ക് വല കയറും. വള്ളം നേരെ പോയില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും.
തൂളിയാ കൂടുതൽ. ഇന്നീ പാടത്ത് ഞങ്ങളെ കൂടാതെ സാവുണ്ട്. സാവുവിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടൂടെ വലയിട്ടിട്ടുണ്ട്. അവർ വല വലിക്കാൻ വന്നില്ലെന്ന് തോന്നുന്നു. അത് വല വലിച്ച് പോയൊന്നും അറിയാമെന്നില്ല. കാര്യം ഇത്ര നേരം വെളുത്ത് കഴിഞ്ഞപ്പം അവരൊക്കെ പോവാൻ വല വലിച്ചു തീരാനാണ് ചാൻസ്. വീണ്ടും തൂളിയ. അതിനിങ്ങനെ കഴിക്കാൻ പ്ലാൻ ചെയ്തതാ. കാറ്റടിക്കാൻ തുടങ്ങി രാവിലെ. മീനൊന്നും വന്നില്ലല്ലേ ഇപ്പം. വീണ്ടും തുളിയുണ്ട്. തുളിയ രണ്ടെണ്ണം ഒരുമിച്ച്. അതിൽ അപ്പടി ഉന്ത് കയറി. പാടത്തിടുമ്പം ഈ കച്ചി ചീഞ്ഞ് ഒക്കെ ആണ് അതേ കയറുന്നത്. ഇവിടെ ഒരു വല വലിച്ചു തീരുക. ഇവിടെ അടുത്ത വല ഇതേ കൂട്ടി കെട്ടിയിരിക്കുകയാണ് നമ്മൾ. അല്ലല്ല, ഇതങ്ങോട്ട് മാറ്റിയിട്ട് എടുത്ത വല എടുത്തിട്ട്. അല്ല, കാറ്റ് കണ്ടവൻ അടിക്കാൻ തുടങ്ങി നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടായിപ്പോകും. അത് നല്ല കാറ്റടിക്കാൻ തുടങ്ങി. കാര്യം ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് പാടം, അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് പാടം, ഇതിൻ്റെ കിഴക്കേ സൈഡിൽ പാടം. ആ വല നമ്മൾ കെട്ടിവെക്കാൻ കുറച്ച് സമയം എടുത്തുള്ളൂ. അത്രയും സമയം കൊണ്ട് നമ്മുടെ വെള്ളം അങ്ങ് ഒത്തിരി മാറിപ്പോയി. പാടത്തിന് നടു ഭാഗമായതും കൊണ്ട് കാറ്റ് നല്ലപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ തന്നെ വള്ളം പിടിച്ചാൽ നിൽക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ ഇതിൻ്റെ സാധിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം എന്തുമാത്രം മീൻ കിട്ടുന്നത് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ വലയിൽ നമുക്ക് മീനൊന്നും ഇല്ല. സത്യത്തിൽ ഒരു മീനും ഇതേ കിട്ടിയിട്ടില്ല. നമ്മൾ ഈ രണ്ടാമത് വലിച്ച ഈ വലയിൽ നമ്മൾ പറഞ്ഞില്ല ഒരു മീനും ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് ഈ വല കെട്ടി നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ആദ്യം വലിച്ച വലയിലെ മീൻ എടുക്കാം. നമുക്ക് ആദ്യം വലിച്ച വലയിലെ മീൻ എടുക്കാം. ഈ മീൻ എടുക്കാതെ നമുക്ക് ഈ വല അങ്ങോട്ട് വെച്ച വല വെച്ച് കഴിഞ്ഞാൽ മീൻ അഴുക്കായി പോകും. ശകലം സമയം എടുക്കും. ഇത് മീനുണ്ട്. ഇത് നമ്മളിങ്ങനെ മൊത്തം മീൻ ഇതിൽ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വല വലിക്കത്തുള്ളൂ. മീൻ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ എന്തുമാത്രം മീൻ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മീൻ എടുത്തു കഴിഞ്ഞ് ഉണ്ടോ, നമുക്കിന്ന് ഈ വല കിട്ടിയ മീനാണിത്. മറ്റേ വല ഒരു മീനും ഇല്ലായിരുന്നു. അപ്പോൾ ആ വല മീനില്ല വന്നത് ആ വലയുടെ
മറ്റുള്ളവർ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയ്ക്കെല്ലാം അകത്തായിപ്പോയി. അതുകൊണ്ടാണ് അത് മീൻ ഇല്ലാതായിപ്പോയത്. നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇനി അത് എടുക്കാൻ ഒരുങ്ങുകയാണ്. ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന വല ഇങ്ങനെ കറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഈ വല നേരെ കിഴക്ക് വശത്തോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതേ കിട്ടുന്ന മീൻ വലിയ മീനേ കിട്ടത്തുള്ളൂ. കാര്യം ഇത് 65 mm വലയാണ്. ഇതിലൊരു സിലോപ്പിയ. നമ്മൾ ഈ വല വലിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതിൽ മീനൊന്നുമില്ല. ഒരൊറ്റ മീനേ ഇതേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ആ മീനെ എടുത്ത് വെച്ചിട്ട് അടുത്ത വല വലിക്കാം. ഈ ഒരു മീനെ മാത്രമേ ഇതേ കിട്ടിയുള്ളൂ. ഇത് 65 mm വല ആയതുകൊണ്ടാണ്. അടുത്ത വല വലിക്കുക. ഉണ്ടോ? ഇത് നമുക്ക് 2 തൂളിയാണ് ഇപ്പൊ കിട്ടിയത്. കല്ലടാമുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലി. നമ്മൾ ഈ വല വലിച്ച് തീരുകയാണ്. നമുക്ക് ഇതുപോലെ ഇത്ര മീനെ കിട്ടിയിട്ടുള്ളൂ. ഈ മീനൂടെ എടുത്തിട്ട് നമുക്ക് അടുത്ത വല വലിക്കാൻ തുടങ്ങും. നമ്മളെ അടുത്ത വല കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം അഴിച്ചെടുക്കുകയാണ്. ഇവിടെ നല്ല കാറ്റാണ്. വള്ളം പിടിച്ചാൽ നിൽക്കുകയാണ്. ഒരു കരിമീനാണ്. വേണ്ട, നമ്മൾ ഈ വലയിൽ ആദ്യം കിട്ടുന്ന ഒരു കരിമീനാണ്. വല നമ്മൾ ഇതിലിട്ട് എടുത്താണ്. ഈ വല മുഴുവൻ അഴുക്കാണ്. തീരെയായി വല മുഴുവൻ അഴുക്ക്. ഈ കച്ചി ഇഞ്ഞാണ് ഇത് കയറി വന്നിരിക്കുന്നത്. ഇനി വല ശരിയാക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ഈ വല ശരിയാകത്തില്ല. ഇത് മുഴുവൻ മാറ്റിയെടുക്കണം. കരിമീനാ അത്. ഇവിടെ ഒരു മീനുണ്ട്. പോയോ? ഇത് തൂളിയ. ചാലുമുണ്ട്. ഇതേ കയറി ചുറ്റിപ്പോയി. ആ കടകളെ കയറി ചുറ്റി കിടക്കുകയാണ്. നല്ല തൂളി, നല്ല വരാലും, മുഴുത്ത വരാലും. കരിമീൻ ഒരെണ്ണം വലുതാണ്, ഒരെണ്ണം അല്പം ചെറുതാണ്. സാബു വല മുഴുവൻ വലിച്ച് വള്ളം കൊണ്ടുപോകല്ലേ? തൂളിയ. നമുക്കിത് കിട്ടിയ മീൻ ഇതാണ്. 1-2 വല മീനൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ വലയിലെ മീനൊന്ന് എടുക്കാം. എടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത ഒരു വലയുടെ വലിക്കാനുണ്ട്. അതുകൂടെ വലിക്കാം. നല്ല പെരുത്ത തൂളിയ.
ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒമ്പടാ കണ്ണിക്കകത്തൂടെ കയറി അവൻ ജാമായിപ്പോയി. അങ്ങോട്ട് തിരിച്ചു പോരാനൊക്കത്തില്ല. വരാല് അടിപൊളി വരാല. ഇത് നമ്മുടെ നാടൻ വരാല് തന്നെയാണ്. ഉണ്ടോ ഇതിൻ്റെ പാടുകളുണ്ട്. മറ്റേ വരാലാണെങ്കിൽ ഇത് മൊത്തം വെളുത്തിരിക്കും. ആ നമ്മളെ അടുത്ത വലത് ഇവിടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഊരിയെടുക്കാം. നല്ലപോലെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു. ഇന്ന് കണ്ടിട്ട് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഇതിലൊരു വാളയാ ചത്തുപോയി. ഇത്ര മുഴുത്ത വാളയല്ല. ഈ വല നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇതിൽ ഈ ഒരു വാള മാത്രമേ ഉള്ളൂ. വേറെ ഒരു മീനും നമുക്കിത് കിട്ടിയിട്ടില്ല. ഉണ്ടോ? നമുക്ക് നോക്കാം ഈ വലയിൽ എന്തുമാത്രം മീനുണ്ടെന്ന്. ലാസ്റ്റ് വല തൂളിയ. ഈ വലയും നമ്മൾ വലിച്ചു തീർന്നു. ഇതെല്ലാം ഒരു തൂളിയെ കിട്ടിയുള്ളൂ. പാടത്തൊക്കെ മീന് തീരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വല ഇടുമ്പോഴും ഒക്കെ മീൻ കുറവ് കിട്ടുന്നത്. എന്താണെന്നറിയാൻ മേല. എന്തായാലും നമ്മൾ വല മുഴുവൻ വലിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ആ സൈഡിലാണ് നമ്മൾ വള്ളം വലിച്ച് അപ്പുറത്തിടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ വല മൊത്തം വലിച്ച് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്ന് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു സൂപ്പർ തൂളിയാണ്. നല്ലൊരു വരാലാണ്. ഒരു വാള, കരിമീൻ. ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഒത്തിരി ലെങ്തായി, അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ബക്കറ്റിലേക്ക് ഇടാം. തൂളിയാണ് ഇന്ന് നമുക്ക് കൂടുതൽ കിട്ടിയല്ലേ. അതെ, മെച്ചം മലയിട്ട് ഇപ്പം നമ്മൾ കുട്ടനാട്ടിൽ മീൻ കുറവല്ല. അതുകൊണ്ടാണ്.